ഭാരതാംബ വിഷയത്തിൽ സർക്കാരും ഗവർണറും നേർക്കുനേർ. വി ശിവൻകുട്ടി മര്യാദകേട് കാണിച്ചെന്ന പരാതി മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാൻ ഒരുങ്ങുകയാണ് ഗവർണർ. ഭരണഘടനയെന്ന് കേൾക്കുമ്പോൾ കുരിശു കണ്ട ചെകുത്താനെ പോലെ വിറളി പിടിക്കുകയാണ് ഗവർണർ എന്നാണ് ദേശാഭിമാനിയിലെ മുഖപ്രസംഗം. ഗവർണറുടെ ചുമതലകൾ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം രാജ്ഭവൻ ഇതിനിടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഭാരതാംബ വിഷയത്തിൽ ഒരിഞ്ച് പിന്നോട്ട് പോകാൻ തയ്യാറാകാതെ ഗവർണർ നിൽക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പല രീതികളിലൂടെ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു സർക്കാർ. വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം മാത്രമല്ല മര്യാദകേടും കാണിച്ചുവെന്നാണ് ഗവർണറുടെ ആക്ഷേപം. വോക്കൌട്ട് നടത്താനുള്ള അവകാശത്തെ മാനിക്കുമ്പോൾ തന്നെ വേദിയിലിരിക്കുന്ന ഗവർണറോട് പറഞ്ഞിട്ട് ഇറങ്ങുന്നതായിരുന്നു മര്യാദ എന്ന കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. പാഠപുസ്തകത്തിൽ ഗവർണറുടെ കടമകൾ പഠിപ്പിക്കാനുള്ള തീരുമാനത്തെ രാജ്ഭവൻ സ്വാഗതം ചെയ്തു. അതേസമയം രാജേന്ദ്ര ആർലേക്കറിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ദേശാഭിമാനി ദിനപത്രത്തിന്റെ മുഖപ്രസംഗത്തിലുള്ളത്. രാജ്ഭവൻ RSS ശാഖയല്ലെന്ന് ഗവർണറും ഒപ്പമുള്ള ശിങ്കിടികളും മനസ്സിലാക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മോശമല്ല ഞാനെന്ന് തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ആർലേക്കർ എന്നും കുറ്റപ്പെടുത്തുന്നു. സർക്കാരിന്റെ സത്യപ്രതിജ്ഞ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ചുമതലയേൽക്കൽ തുടങ്ങിയ ഉദ്ഘാടനമില്ലാത്ത പരിപാടികളിൽ നിന്ന് ഭാരതാംബയെ ഒഴിവാക്കുമെന്നായിരുന്നു പൊതുവെ കരുതിയിരുന്നത്. പക്ഷേ ഇന്ന് യോഗാദിന പരിപാടി ഉദ്ഘാടനമില്ലാതിരുന്നിട്ടും ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് തുടങ്ങിയത്. രാജ്ഭവൻ സർക്കാരിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായി ഇതിനെ കാണാം. റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.